എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ എന്ത് ചെയ്താലും അത് വലിയ തെറ്റുകളിലേക്കാണ് എത്തുക. ഉള്ളിൽ ആർത്തിരമ്പുന്ന നൊമ്പരക്കടൽ കടിച്ചമർത്തി അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു പോകുന്ന സേതു പ്രേക്ഷകരുടെ ഹൃദയം കൂടി പറിച്ചെടുത്തുകൊണ്ടാണ് നടന്നു നീങ്ങുന്നത്. തോള് ചെരിച്ച് തല കുനിച്ച് മുണ്ടിന്റെ കോന്തല ഒരു കയ്യിൽ പിടിച്ച് പതിയെ നടന്നു നീങ്ങുന്ന സേതുവിന്റെ ബോഡി ലാംഗ്വേജിൽ എല്ലാം നഷ്ടപ്പെട്ടവന്റെ നിസ്സഹായതയും നൊമ്പരവും ജീവിത വ്യതകളും പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാനാകും. സാഹചര്യങ്ങൾ മൂലം തെരുവിൽ ജീവിതം നഷ്ടപ്പെട്ട സേതുമാധവന്റെ നൊമ്പരം മലയാള മനസ്സുകളിലേക്ക് അതേപടി പകർന്നു നൽകിയത് മോഹൻലാൽ എന്ന നടന്റെ അതിഗംഭീര പ്രകടനത്തിലൂടെയാണ്. വിവിധ ഭാഷകളിലേക്ക് കിരീടം റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒറിജിനലിന്റെ 10-1 പോലും എത്താൻ കഴിയാതെ പോയ റീമേക്കുകളാണ് കൂടുതൽ. ലാലേട്ടൻ അനായാസമായി ചെയ്തു വെച്ചിരിക്കുന്ന സേതുവിനെ മറ്റ് നടന്മാർ സ്ക്രീനിലേക്ക് പകർത്തുമ്പോഴാണ് ലാലേട്ടൻ ചെയ്തത് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് മനസ്സിലാവുക. കിരീടത്തിന്റെ റീമേക്കുകളെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം സംവിധായകനും നടനുമായ അനുരാഗ് കശ്യപ് കിരീടത്തിന്റെ ഹിന്ദി റീമേക്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സംവിധായകൻ രാജീവ് രവിയുമായുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് അനുരാഗ് കശ്യപ് അഭിമുഖത്തിൽ പറഞ്ഞത്. തന്റെ ഇഷ്ട സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഹിന്ദിയിലെ ഗർദിഷ് ആണെന്ന് അനുരാഗ് കശ്യപ് പറഞ്ഞു. നിങ്ങൾ കിരീടം കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു അതിന് രാജീവ് രവിയുടെ മറുചോദ്യം. കിരീടത്തിന്റെ ഹിന്ദി റീമേക്കാണ് ഗർദിഷ്. ഇക്കാര്യം അനുരാഗ് കശ്യപ് പറയുന്നത് രാജീവ് രവിയുടെ വാക്കുകളിലൂടെയാണ്. അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യുന്ന സമയത്താണ് കൂടുതൽ മലയാള സിനിമകളെ കുറിച്ച് മനസ്സിലാക്കുന്നതെന്നും അനുരാഗ് കശ്യപ് വ്യക്തമാക്കുന്നുണ്ട്. സമീപകാലത്ത് കിരീടത്തിന്റെ ഒരു റീലും വൈറലായിരുന്നു. വിവിധ ഭാഷകളിലെ കിരീടം റീമേക്കിന്റെ ക്ലൈമാക്സ് ഭാഗമാണ് റീലിലുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി ദി ഗോട്ട് എന്ന ടാഗോട് കൂടിയാണ് മോഹൻലാലിന്റെ രംഗം കാണിച്ചിരുന്നത്. ഒറിജിനലിനോട് മാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു റീമേക്കും ഇക്കൂട്ടത്തിലില്ല എന്ന കമന്റുകളായിരുന്നു കമന്റ് ബോക്സിലും നിറഞ്ഞത്. മോഹൻലാലിന്റെ കരിയറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇമോഷണൽ ഗ്രിപ്പ് നൽകിയ ചിത്രമാണ് കിരീടം. കിരീടത്തെക്കാൾ ഒരുപടി മുകളിൽ ചെങ്കോലിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് സിബി മലയിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സേതുമാധവനായി അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് പ്രായം 29 വയസ്സ് മാത്രമാണ്. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട നായകന്റെ കഥ പറഞ്ഞ ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ തിലകന്റെ കത്തി താഴെയിടട എന്ന അലർച്ചയും എല്ലാം നഷ്ടപ്പെട്ട സേതുമാധവന്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. മോഹൻലാലിലെ നടന്റെ തീഷ്ണതയെ ഏറ്റവും ആഴത്തിൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഈ രംഗത്തിലൂടെയാണ്. കുടുംബവും സ്നേഹിച്ച പെണ്ണും ആഗ്രഹിച്ച ജോലിയും ഒക്കെ നഷ്ടപ്പെട്ട സേതുമാധവന്റെ ദൈന്യതയും നിസ്സഹായാവസ്ഥയും ഒരു ഡയലോഗ് പോലുമില്ലാതെ കരച്ചിലൂടെ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലാലേട്ടന് കഴിഞ്ഞു. റിയലിസ്റ്റിക് സീൻ കൊറിയോഗ്രാഫി കൊണ്ടും മികച്ചതായിരുന്നു ആ ക്ലൈമാക്സ് രംഗം. അവസാനത്തെ സംഘട്ടന രംഗം ചിത്രീകരിച്ചത് മോഹൻലാലും സിബി മലയിലും ചേർന്നായിരുന്നു. സിനിമാറ്റിക് ഫൈറ്റ് വേണ്ട എന്ന തീരുമാനത്തെ തുടർന്നാണ് ഇരുവരും ചേർന്ന് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് കിരീടത്തിന്റെ ക്ലൈമാക്സും ഷൂട്ട് ചെയ്തത്. മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നതിനാൽ തിലകൻ എത്താൻ വൈകുകയും ലൈറ്റ് പോകുമോ എന്ന സംശയം വരികയും ചെയ്തതോടെ സേതുമാധവൻ കരയുന്ന സീൻ ലൈറ്റ് കിട്ടുന്നതിനായി ടോപ്പ് ആംഗിളിൽ ഷൂട്ട് ചെയ്യുകയായിരുന്നു. ആ ഷോട്ട് തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചതും. മറ്റ് റീമേക്കുകളിലൊന്നും അത്രയും പെർഫെക്റ്റ് ആയ ഒരു ഷോട്ട് കാണാനാവില്ലെന്ന് ഉറപ്പിച്ചു പറയാനാകും. പ്യുവർ ലാലേട്ടൻ മാജിക്കും മലയാളം കണ്ട ഇതിഹാസം തിലകന്റെ പെർഫോമൻസും ചേർന്ന് അവിസ്മരണീയമായ അഭിനയ മുഹൂർത്തത്തിലേക്കാണ് ആ ഷോട്ട് എത്തിയത്. പ്രേക്ഷകരെ ഏറ്റവും കരയിപ്പിച്ച രംഗവും ഇതുതന്നെയാവണം. എന്തായാലും വിവിധ ഭാഷകളിൽ വിവിധ മാറ്റങ്ങളോടെ എത്തിയെങ്കിലും മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാം, മോളിവുഡിന്റെ കിരീടം തന്നെയാണ് ബെസ്റ്റ് എന്ന്.